ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. സുബൈർ ബാപ്പാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ കൂരാട് ഭാഗത്ത്, അതായത് എൻ്റെ ജന്മനാട്ടിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സംരംഭം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഫാമിലി കിച്ചൺ. അതായത് എല്ലാവിധ ഭക്ഷണങ്ങളും, സാധാ ഭക്ഷണങ്ങളും നാടൻ ഭക്ഷണങ്ങളും പിന്നെ അറേബ്യൻ ഫുഡും ചൈനീസ് ഫുഡും എല്ലാം കിട്ടുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ടൗണിനെ വെല്ലുന്ന രീതിയിൽ, അതായത് നമ്മൾ ഹൈവേ റോഡുകളിലെല്ലാം കാണുന്ന രീതിയിലുള്ള സെറ്റപ്പിൽ ഒരു ഹോട്ടലിന് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിന്, ഒരു ഫാമിലി കിച്ചന്, ഒരു തട്ടുകടക്ക്, എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നല്ല ക്രൗഡുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി പണ്ടാരിയാണ് ഇവിടെ ഉള്ളത്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് വർഷക്കാലം, പ്രവാസ ലോകത്ത് ഒരുപാട് കാലം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അറേബ്യൻ ഫുഡുകളുടെ ഒരു രാജകുമാരനാണ് ഇവിടുത്തെ പണ്ടാരി. അദ്ദേഹത്തിന്റെ ഭക്ഷണം ഞാൻ കഴിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രത്തോളം പറയുന്നത്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വണ്ടൂർ ഭാഗത്തുനിന്ന് വാണിയമ്പലം കൂരാട് ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർ വരമംഗലിൽ പാലം കഴിഞ്ഞ ഉടനെ വലത് ഭാഗത്ത് കാണുന്ന നമ്മളെ തെക്കുംപുറം റോഡിന് ക്രോസ് ചെയ്യുമ്പോൾ ആ ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പം 2 നിലകളിലാണ് ഈ ഒരു ഹോട്ടലുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ഫാമിലിക്ക് വാടക കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 2 റൂമുകളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. ഡെയിലി റെന്റിനല്ല, മാസ റെന്റിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാമിലി കിച്ചൺ സന്ദർശിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ സംസാരിക്കുമെന്നോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം ഓരോരുത്തരുടെ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ അവർക്കൊരു സന്തോഷമുണ്ടോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവരുമായി ഒന്ന് കുറച്ചൊന്ന് ആശയവിനിമയം നടത്താം. ഓക്കെ, പോലെ നമുക്ക് കൂരാട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് നമ്മൾ ഈ ഹോട്ടൽ തുറന്ന് പെരിവിന്ത്യ ഹോട്ടൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഉപകാരമായിരിക്കും. കാരണം ഹൗസ് ഡെലിവറി അടക്കം ഉണ്ടാകുമ്പോൾ വിരുന്നുകാരോ മറ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ്. നല്ല വിഭവസമൃദ്ധമായ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട്. അത് കൂരാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ ഹോട്ടലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, 100% കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ വിളിച്ച് വിരുന്നവരും വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് സാധനം ഓർഡർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. പിന്നെ തന്നെയല്ല, പണ്ടാരികളൊക്കെ നല്ല വൃത്തിയുള്ള അയാള് ഗൾഫിൽ ഒരുപാട് കാലം നിന്ന ഒരു പണ്ടാരിയാണ്. വളരെ ഉഷാറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് തോന്നുന്നു? 100% നമ്മളെ കൂരാട് ഭാഗത്ത് ഇങ്ങനെ സംഗതി വന്നില് വളരെ സന്തോഷമുണ്ടല്ലേ? വളരെ സന്തോഷം. ഒരു VIP ഹോട്ടൽ എന്ന് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളിത് സാധാരണ ഒരു ഹൈവേയിലൊക്കെയാണ് ഇങ്ങനത്തെ ഇത്രയും സെറ്റപ്പിൽ. നമ്മൾ കൂരാട് പത്തര സെറ്റപ്പിൽ ഒരു ഹോട്ടൽ വേറെ ഇല്ലല്ലോ, ആദ്യമായിട്ടാണ്. എന്തായാലും ഫാമിലി കിച്ചണുമായിട്ട് നിങ്ങൾ സഹകരിക്കോ? 100%. അതാ തൊള്ള മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഞാൻ എന്റെ കുടുംബം സഹകരിക്കും. അത് മതി. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഓണർമാര് കുട്ടികൾ ഉഷാറാട്ടാ. വില കുറച്ചേരി കട ഉദ്ഘാടനല്ലേ നയിക്കണേ, അങ്ങനെയല്ലേ ചേച്ചി? അതെ, ഡിസ്കൗണ്ട് വേണമെന്നാണ്. നമ്മളിവിടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നില്ല, എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? ഇത് ഇങ്ങനത്തെ സംഭവം അല്ലല്ലോ കൂരാട്ടിൽ ഈ പ്രദേശത്തില്ലല്ലേ? പ്രദേശത്തിൽ സന്തോഷമുണ്ടോ? പിന്നെ വളരെയധികം സന്തോഷം. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ നാട്ടിലെ വലിയൊരു പദ്ധതി ഒന്നില്ല, ഒക്കെ വിറകടുപ്പിലാണ് ചെയ്യണത്. പൊറോട്ട ഗ്യാസിനും മറ്റത് ഒക്കെ എല്ലാം ആലുവടുപ്പല്ല, അത് നാടൻ അടുപ്പ് ഉണ്ടാക്കിയിട്ട് പുക പുറത്തേക്കാണ് പോകും. അങ്ങനെയാണ്, ആ മോഡലാണ്. അതെ, ആലുവടുപ്പ് സാധാരണ ഉണ്ടാക്കുന്ന രീതിയല്ല. അല്ല, അടുപ്പ് ആലുവേന്റെ അല്ല, സാധാ അടുപ്പ് ഉണ്ടാക്കിയിട്ട് പുക പുറത്ത് പോകാനുള്ള. അങ്ങനെയല്ല, അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോ ചെലവില്ല, ചെലവ് കുറവാ. പുക പുറത്ത് പോകും, ഒരിക്കലും ഉള്ളിൽ പോയില്ല. ആലുവടുപ്പിന്റെ അതേ ടെക്നോളജി ഉപയോഗിച്ച് സാധാ നാടൻ അടുപ്പ്, അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എത്രയാണ് വരുന്നത്? എന്റെ പണിക്കൂലി അതിന്റെ സാധനം മെറ്റീരിയൽസ് ഒരു 2000 തീരും. മറ്റേത് 5000 രൂപ വരുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ പല രീതിയിൽ നല്ലൊരു കലാകാരനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു നല്ലൊരു മേസ്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വട്ടൻ എന്ന് പറയാൻ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം മെയിനായിട്ട് നമ്മളെ ഈ ഒരു സംരംഭവുമായിട്ട് സഹകരിക്കുക അല്ലേ, അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ബാബുണ്ട്. ബാബുവിന് എന്തൊക്കെ പറയണം? ബാബു ഞങ്ങളുടെ നാട്ടിലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ബാബു എന്താണ് ഇതിനെ പറ്റി 2 വാക്ക് ഉരിയാടിയാൽ മതി.
ആനക്കുട്ടിയൊന്നുമില്ല. ഇതിനെപ്പറ്റി എന്താ നമ്മൾ എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കൂരാട് ആദ്യമായിട്ടല്ലേ ഇത്തിരി സെറ്റപ്പില് അല്ലേ? അത്യാവശ്യമാണ് ഇവിടെ. അത്യാവശ്യം ഇവിടെ ആളുകൾക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കും. അതെ അതെ നമുക്ക് ശരിക്കും അത് നമ്മുടെ നാട്ടിലെ ഒരു സംരംഭകൻ തന്നെയാണ്, പ്രവാസിയാണ്. അതെ അദ്ദേഹത്തിന് തന്നെ പുറത്തേക്ക് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടില് പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ബാബു, നമ്മളൊക്കെ ഇപ്പൊ ബാബുവിന്റെ കൂടെ ഒക്കെ ഒരുപാട് VIP ഗസ്റ്റുകളൊക്കെ വരുന്നതാണ്. നമ്മളെ നാടിനെ നമ്മൾ മോശമാക്കി പറയല്ല, എന്നാലും നമുക്കൊരു അവരൊരു ഗെറ്റപ്പിനനുസരിച്ചുള്ളൊരു ഹോട്ടലും ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാറുണ്ട്. നമ്മളൊക്കെ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ വാണയമ്പലത്തേക്കും പൂക്കോടുമാടത്തേക്കൊക്കെയാണ് പോകാറുള്ളത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടി. ഇനിയിപ്പോ ആരും നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും അല്ലേ ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാവിധ ആശംസകളും. ബാബുവിന്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അതും എന്തൊരു ചിങ്കിരി ദിവസം എന്താ പറയാ, ഏറ്റവും ചങ്കായ ആൾ തന്നെയാണ് ഒരാള്. അപ്പൊ എന്തായാലും വിജയിപ്പിക്കുക, സഹകരിക്കുക. നമ്മളെ കൂടെ ഒരുപാട് ചങ്കുകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്, മുത്തുമണികൾ. എന്താ മക്കളെ, എല്ലാവർക്കും സുഖാണോ? എല്ലാവരും ഹായ് പറഞ്ഞേ. അതാണ് നിങ്ങളെ കണ്ടിട്ടില്ല എന്നാ ഇപ്പൊ കണ്ടില്ലേ? നമ്മളെ ഹോട്ടലിലെ മുതലാളിയിൽപ്പെട്ട ഒരാളുടെ ജ്യേഷ്ഠനാണ്. ഹായ്, എന്തൊക്കെ നിങ്ങളെവിടെ? പേര് സിദ്ദിഖ്. काउंटर उधर है भाई. നമ്മളെ ഫേവറേറ്റ് സാധനാട്ടോ. നിങ്ങൾ പോയിട്ട് സാധനം കഴിച്ചിട്ടില്ല. ഇതാണ് ബുഹാരി. മക്കളെ, ബുഹാരി റൈസ് കൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം തുടങ്ങിയിട്ടുള്ളത് കേട്ടാ. അടിപൊളി, ഭയങ്കര ഫേമസ് ആണ്. അടിപൊളി ഫുഡാണ്, മാസ്റ്ററാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യാ, അറിയിക്ക് വരിക. അച്ഛാ ഭായി. അപ്പോ അതെ അതെ, സംജിത് ഭായി ആണ്, നമ്മളെ ചങ്കാണ്. അതാരാണ്? ആണോ? എന്താ പേര്? വിഷ്ണു ഭായി. അപ്പൊ നിങ്ങള് ഇവിടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വന്നാവും. ഓക്കെ, ഭക്ഷണം ചായ എന്തെങ്കിലും കുടിക്കണോ? എയർഫോൺ ഹെഡ്സെറ്റ് ആണ്. നിങ്ങൾ കഴിച്ചിട്ട് പോ. ആണോ? ഓക്കെ, ശരി ശരി ശരി. അപ്പൊ നമ്മളെ കുഞ്ഞുട്ടി എത്തി. കുഞ്ഞുട്ടി ഞങ്ങളെ നാട്ടിലെ 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്റെ വണ്ടി ഇന്നോട് കൊണ്ടു കൊടുത്തുള്ളൂ. ചെറിയ റെഡി. അപ്പൊ കുഞ്ഞുട്ടി ഭക്ഷണത്തിന് വന്നാ അത് ഉദ്ഘാടനത്തിന് വന്നാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോയി. നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ നടത്തിയല്ലേ. ഞാൻ കുഞ്ഞുട്ടിനോട് ചോദിക്കാം, കുഞ്ഞുട്ടി ഇപ്പൊ നാട്ടിൽ തന്നെ എത്ര വർഷമായി നമ്മളെ 2 വീലർ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 15 വർഷമായി. നമ്മളെ നാട്ടില് ഇങ്ങനത്തെ സെറ്റപ്പിൽ ആദ്യമായിട്ടില്ല, അല്ലേ? അതായത് 2 ഫ്ലോറിലായിട്ട്. പിന്നെ നമുക്കൊക്കെ ഇപ്പൊ ഒരു VIP ഗസ്റ്റ് വരുമ്പോ സാധാരണ നമ്മളൊക്കെ കുടുങ്ങലാണല്ലേ, അതിനൊക്കെ പറ്റിയൊരു ഇതാണ്. കാരണം ആരെയും കൊണ്ടുവരാൻ പറ്റുന്ന. മറ്റേ നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ നമ്മൾ കുറ്റം പറയുന്നില്ല, കാരണം ഇന്നലെ വരെ നാളെ നിന്നിട്ട് വരും. അവരാരും നമ്മൾ മോശപ്പെടുത്തി പറയല്ലോ കേട്ടോ. നിങ്ങളെ ഹോട്ടലൊക്കെ സെറ്റ് തന്നെയാണ്. അതെ, ഇതിപ്പോ നമുക്ക് ഏത് VIP കൾ വന്നു കഴിഞ്ഞാലും ഹോട്ടലിൽ കയറ്റി കഴിഞ്ഞാൽ അവർ അജിന്ന് പറയില്ല. കാരണം പല ആൾക്കാരും പല VIP ഗസ്റ്റുകൾ ഞങ്ങളെ കൂരാട് ഭാഗത്ത് കൂടെ പല ആൾക്കാർക്ക് വരാനുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുട്ടിയായാലും ഇപ്പൊ നമ്മളിപ്പോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്ന ആളാകുമ്പോൾ നമുക്കും ഒക്കെ വരുന്നതാണ്. അപ്പൊ കുഞ്ഞുട്ടിനോട് വീണ്ടും ചോദിക്കാറില്ല. ഞാൻ ഇപ്പൊ കുറെ നേരം തുടങ്ങിയിട്ട് കുറെ നേരം ഞാൻ തുടങ്ങിയിട്ട്. അപ്പം പിന്നെ കുഞ്ഞുട്ടിനോട് പറയാനുള്ളത്, എങ്ങനെയുണ്ട് ഹോട്ടലും കാര്യം? ഹോട്ടൽ ഉഷാറാണ്, പാർക്കിംഗ് നല്ല കാടൊക്കെ ഒഴിവാക്കി വന്നാണ്, ഫുഡ് കഴിക്കാനായിട്ട് വന്നാണ്. ചെക്കന്മാരൊക്കെ പിന്നെ ഫുഡ് ഏതാ ബുഹാരിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിപൊളി റൈസ്. നമ്മളെ പിന്നെ റൂമുണ്ട്, മുകളിൽ 2 റൂമുണ്ട്. റൂമുണ്ട്. അപ്പൊ ചങ്കോട് എന്താ പറയല്ലേ, എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ നാട്ടിലെ യുവാക്കളുടെ സംരംഭമായതുകൊണ്ട് വിജയിപ്പിക്കേണ്ടത് മാത്രം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ? നാട്ടിലെല്ലാവർക്കും ഉണ്ട്. അത് വിജയിപ്പിച്ചു കൊടുക്കണം. അതെ അതെ, അതാണ് ലാഭം ഇതാക്കാനൊന്നല്ല, ഒരു ഏർപ്പാട്. അതെ അതെ, അതാണ് ഉദ്ദേശം. അത് നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് സഹകരിക്കണം. അതെ, ഇത്ര തന്നെ പറയാനുള്ളത്. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ വന്നില്ല, എന്തെങ്കിലും പറയാനുള്ളത്? നമുക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മളെ നാട്ടിലൊരു സംരംഭം പുതിയതായിട്ട് തുടങ്ങിയത്. അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരിടണം. തന്നെ പറയാനുള്ളൂ. നല്ല അടിപൊളി സംഗതി സാറാണ്. പിന്നെ നമ്മളിവിടെ ഭണ്ഡാരി എക്സ്പീരിയൻസിലെ ഭണ്ഡാരിയാണ്. അടിപൊളി ഭണ്ഡാരിയാണ്. സംഗതി എല്ലാ റായത്തോടെ സംഗതി എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുൻകൂട്ടി ഓർഡർ ചെയ്യാം.
സഹകരിപ്പിക്കാം, വിജയിപ്പിക്കാം. അതായത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറഞ്ഞത് ഒരു സഹകരണമാണ്. ഇപ്പൊ ഈ ഒരു ഹോട്ടൽ മുതലാളി വന്നു, കൂരാടിലെ 2 ഹോട്ടൽ മുതലാളിമാർ വന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ അല്ലാതെ ചെയ്യുന്ന ഒരു ബിസിനസ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അങ്ങനെ തന്നെ കേട്ടോ. എന്തിനൊരു ഈഗോ അല്ല, ആ സമയത്ത് ആ ഒരു ഇതുണ്ടാവുന്നല്ലാതെ അത് കഴിഞ്ഞവന് കഴിഞ്ഞു. അതേമാർക്ക് ഇപ്പൊ ഒരു ഉദ്ഘാടനമായാലും അവർ വന്ന് സഹകരിച്ചു. ഇതൊക്കെ തന്നെയാണ് ഒരു ഏകോപതര സഹായങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു 10 പൊറോട്ട അവിടുന്ന് വാങ്ങാം, അവിടെ ഒരു 10 പൊറോട്ട ഇവിടുന്ന് വാങ്ങല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യലുണ്ടല്ലോ. നല്ല ഫുഡാണ്, കുഴപ്പമില്ലാത്ത ഭക്ഷണമാണ്, വന്ന് സഹകരിക്കാൻ. പണ്ടാരിയാണ്. അതാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട്. ഉഷാർ. ഇതാ ഏട്ടനുണ്ട് ഇവിടെ, ഏട്ടന് ഇവിടെ വരും. അവരെങ്ങളൊന്നും പൂർണ്ണ പരിപാടിയില്ല. ഉഷാറായിട്ട് പാരാട്ടോ എന്നാണ് മൂപ്പരും കൂടെ അറിയില്ല. ഇവിടെ വരും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പേരന്റെ അലവറാണ്. ഇവിടെ നോക്കുകയാണ് ഈ മഞ്ഞ വേറെല്ലാവരും കൊണ്ട് പറയപ്പെടും. നാണുസ്ഥാൻ എന്താ പറയണ്ടത്? എല്ലാ ഉസ്താന്മാരും പറഞ്ഞു, നാണുസ്ഥാൻ മാത്രമേ പറയാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കൂരാടിന്റെ അഭിമാനമായ നാണുസ്താദ്, നാണുസ്താദിന് എന്തൊക്കെയോ 1-2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഉസ്താദ് പറഞ്ഞത് ഈ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട്? ഈ സംരംഭം നാട്ടിൽ വേണ്ടതാണ്, നാട്ടിൽ അത്യാവശ്യമായ ഒരു സംരംഭം തന്നെ. അത് ഇതുമായി എല്ലാവരും സഹകരിക്കണം. കാരണം ഇതുപോലത്തെ ഒരു സംരംഭം കൂരാടിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിലനിൽക്കൽ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് നാട്ടുകാരും മറുനാട്ടുകാരും ഈ സംരംഭവുമായി സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മക്കൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നന്നാവട്ടെ. അതാണ് ആ ഒരു മനസ്സിന് ഒരു ആശീർവാദം നന്നായിട്ടാണ്. വാപ്പാർക്ക് അതേ പറയാനുള്ളൂ. മക്കൾ എന്ത് സംരംഭം തുടങ്ങിയാലും അവർ നന്നാവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ ഏത് വാപ്പാർക്കായാലും. അതിനെ നമ്മൾ വീരാക്കാക്കുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. നിങ്ങളുടെ നാട്ടില് ഇങ്ങനെ ഈ അതായത് കൂരാടിനെയും പനമ്പോലിനെയും എന്താ പറയുക കടന്നു വെട്ടി വരമ്പങ്കല് അനുദിനം വളർന്നു കൊടുക്കുക, എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? കാരണം കൂരാടിനെയും പനമ്പോലിനെയും മറികടന്നിട്ടാണ് വരമ്പങ്കല് വളർന്നുകൊണ്ട് അത് നിങ്ങളെ ആ ഒരു ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങള് അങ്ങേ കുന്നുമെന്ന് വരമ്പങ്കലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടേക്ക് ഈ അഭിവൃദ്ധി ഉണ്ടായെന്ന് കേൾക്കുന്നുണ്ട്. സത്യം? പിന്നെ അതെ അതെ, അതിന് മുന്നേ പാലൊക്കെ ഉള്ളല്ലോ. കാരണം ഇവര് വന്നതിന് സെക്രട്ടറിയാണ് പഴയ. എല്ലാരും കൂടില്ല, ആരും കൂടില്ല. അതൊക്കെ തന്നെ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ഞങ്ങള് ഒരുമിച്ച് സോട്ടറൊക്കെ എടുത്തിന്. ഇപ്പൊ സോട്ടറിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ വെട്ടലും ഉണ്ട്, ഇപ്പൊ കോഴിഫാം ഉണ്ട്, വരുമാനങ്ങളുള്ള വലിയൊരു ഇതിങ്ങനെ കാഴ്ചയിൽ ചെറുതാണെങ്കിലും സമ്പത്ത് കൊണ്ട് വമ്പനാട്ടോ. വമ്പൻ മുതലാളി ഞങ്ങളുടെ നാട്ടിലെ എന്താ ഉള്ള കാര്യമല്ലേ പറഞ്ഞു അല്ലെ? അപ്പൊ വലിയൊരു മുതലാളിയാണ്. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളൊക്കെ പനമ്പോലും കൂരോടും ആദ്യം അങ്ങാടിയെ നിലമ്പൂർ പോകണം. ഞാൻ ചോദിക്കണം, എനിക്കൊരു അസൂയുള്ള കാര്യം എന്താ പറയുക? ഞാൻ കൂളിപ്പറമ്പങ്ങാടിയിലും ഞാൻ രണ്ടിലും പെട്ട ഒരാളാണ്. വരമ്പങ്കലിലും കൂളിപ്പറമ്പ് എനിക്ക് ഒരേപോലെയാണ്. എന്നാലും ഒരു അസൂയപ്പെടുന്ന കാര്യം വെച്ചാല് പനമ്പോല അങ്ങാടിനെയും കൂരാട് അങ്ങാടിനെയും മറികടന്ന് വരമ്പങ്കലിൽ വളർന്നുകൊണ്ടിരിക്കുക. അതിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാനുള്ളത്? നിങ്ങളെ തെക്കുപറക്ക് ആകെ പോയി. ഇത് തെക്കുപറ എന്ന് പറയാനോ? അതെങ്ങനെ നിങ്ങൾ ഇതിൽ കൂടില്ല. അവിടെ പാലത്തിന്റെ അക്കരെയാണ് വരമ്പങ്കല്ല്. പാലത്തിന്റെ അക്കരെ തെക്കുമ്പറ. നിങ്ങൾ അങ്ങാടിയിട്ട് നിങ്ങൾ തെക്കുമ്പറ പോയല്ലോ. തെക്കുമ്പറ അന്നൊരു പോയിട്ടുണ്ട്, ഇന്നൊരു പോയിട്ടുണ്ട്. രണ്ടാമത്തെ ഒന്നുമില്ല. അത് അങ്ങോട്ട് മേലെ പോയി. അത് മേലെ തെക്കുമ്പറം. മേലെ തെക്കുമ്പറ അത് ആകെ കുറച്ചുള്ള സ്ഥലം. മേലെ തെക്കുമ്പറ താഴെ തെക്കുമ്പറ 2 തട്ടിലാക്കി മാറ്റുമല്ലോ. ഇത് താഴെ തെക്കുമ്പറാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ എന്താ വെച്ചാല് നിങ്ങൾ ഈ ഒരു പിന്നെ നാടിന്റെ വളർച്ചയും നമ്മുടെ ഒരു പ്രദേശത്ത് ഇല്ലാത്തൊരു സംരംഭം വന്നതിന് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. നമുക്ക് കുടിക്കാരി വരുന്നതാണെങ്കിൽ ഓർഡർ ചെയ്താ കരി കിടത്തൂല. ശരിയാണ്. മറ്റേത് ചോറ് കഴിക്കണമെങ്കിൽ എവിടെ പോകണം? വാണിയമ്പലം പോണ്ടേ? അപ്പോ എന്തായാലും നിങ്ങളും നമ്മുടെ നാട്ടിലെല്ലാവരും അപ്പൊ നിങ്ങള് പെരയിൽ ഭക്ഷണം കഴിക്കല് കമ്മിയാകാരം, ഇവിടുന്ന് പാർസലാകാരം. അങ്ങനെ ചെയ്യുമ്പോഴേ അത് വിജയിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ പെരയിൽ ഫുൾ ടൈം ഭക്ഷണം കഴിക്കാൻ നമ്മളിവിടെ നല്ലൊരു ഒരു സംരംഭം വരുമ്പോ നമ്മൾ വിജയിപ്പിക്കേണ്ട നമ്മളെ മതിയല്ല അത്. അതെ അതെ, അതാ പറഞ്ഞത്. ഇനി പെണ്ണുങ്ങളെ വിരുന്ന് പറഞ്ഞാക്കാം. പോലെ പെണ്ണുങ്ങളെ വിരുന്ന് പറഞ്ഞേക്കണം. ഇനി നമുക്ക് ധൈര്യമായിട്ട്. അതെ, ഫുഡ് ഇവിടെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ? ഇതാരോട്ടി ആന്റെ ചെറുതാ? ചെറുത് മാറ്റിന്റെ ചെറുതാ. ഞാൻ അടുത്ത് കെട്ടിച്ചല്ലാണ് ഞങ്ങൾക്ക് അല്ലേ? അല്ലേ? മാറ്റിക്ക് എന്താ പറയണ്ടത്? പറഞ്ഞ ആന്റിയാണ് നമ്മളെ സ്റ്റാർ. അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല് ഇവിടെ പിന്നെ കൂരാടി പ്രദേശത്ത് ഒച്ചത്ത് പറയാൻ മാറ്റി എന്റെ ഒച്ചതൊന്നും സംരംഭം ഇവിടെ അല്ല. ഇവിടെ ആൾക്കാർ കുറെ ആൾക്കാർ പിന്നെ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി ഉണ്ടാക്കിയല്ലേ. സ്വകാര്യ പറഞ്ഞു. അല്ലല്ല, എല്ലാരും 100% ഇവിടെ വരിക, ഫുഡ് കഴിക്കുക. എന്താണ് പാർസൽ എന്ന് വെച്ചാല് ഇതിന് നമ്മൾ ഫുള്ള് സപ്പോർട്ടും നമ്മളെ ഭാഗത്തുന്നുണ്ട്. ഏത്
ഹോട്ടൽ ഭാഗത്തുനിന്നും ഇപ്പൊ നമ്മളെ തന്നെയാണ് പരിപാടി എന്നില്ല നമ്മളെ അതെ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ പരിപാടി അതെ അതെല്ലാവരും സഹകരിക്കുക, വിജയിപ്പിക്കുക, അത്രേ പറയാനുള്ളൂ. അത്രേ പറയാനുള്ളൂ. അതേമാതിരി ഇപ്പൊ ഇവിടെ നമുക്കുള്ള അസുഖം എന്താ പറയുക, ഈ പാലം ഏറ്റവും വലിയ ടൗണായി മാറും. പനമ്പൊയിലിനെയും കൂരാടിനെയും സാക്ഷരത പഠനയൊക്കെ മറികടന്ന് ഏറ്റവും വലിയ ടൗൺ ആകാൻ പോകുന്ന ഒരു സ്ഥലമാണ് കൂരാട് പാലം. പാലം. ആർക്കും സത്യമാണ്. കാരണം ഏറ്റവും മാർക്കറ്റിലുള്ള സ്ഥലമാകാൻ പോകുന്നത് ഇനിയിപ്പോ വരമംഗലം പാലക്കാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് പറയാണ് ഏറ്റവും കൂരാട് പ്രദേശം ഏറ്റവും വിപണി മൂല്യം കൂടുന്ന ഒരു സ്ഥലമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരമംഗലം പാല. കാരണം എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സെന്ററാണ് അല്ലെ. തെക്കുംപുറത്തിലെ ആൾക്കാർക്കും പനമ്പൂരിലെ ആൾക്കാർക്കും സാക്ഷരതപടിയിലെ ആൾക്കാർക്കും കൂരാടിലെ ആൾക്കാർക്കും എല്ലാവർക്കും പറ്റിയ ഒരു ഒത്തിണങ്ങിയ ഒരു സെന്ററും കൂടിയാണ് വരമംഗലം പാലം. അതോടൊപ്പം വാഹന പാർക്കിങ്ങും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പള്ളി, സൽഫി മസ്ജിദ്, സുന്നി പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, പുഴകളുണ്ട്, വരമംഗലം പുഴയൊക്കെ ചാടാൻ എല്ലാത്തിനും സൗകര്യം. അത് നീന്തി ചാടി കുളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് പെട്ടിച്ചോറൊക്കെ ചാടി കുളിച്ച് കഴിയുമ്പോ ഒന്ന് വിശക്കോലോ. അപ്പൊ ചോറൊക്കെ വെച്ച് പോകാൻ വീണ്ടും ചോറുന്ന വീണ്ടും പുഴയിൽ പോയി ചാടുക, പിന്നെയും വന്നാണ്ട് ചോറുന്ന അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനമായി ഇതുവരെ സന്ദർശിച്ച എല്ലാവരോടും നന്ദി കടപ്പാട് അറിയിക്കുന്നു.